ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും നല്ല മിടുക്കന്മാരായും മിടുക്കികളായിട്ടും സ്കൂളിൽ പോയതിനു ശേഷം നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഇനി എന്തെങ്കിലും ഉഴപ്പൊക്കെ ആയിട്ട് നിൽക്കുവാണോ? അങ്ങനെ ഉഴപ്പൊന്നും നിൽക്കരുത്. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവസാനം കൊല്ലപരീക്ഷ ആകുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലേ? ഇനി അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എക്സാംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ് ഫിസിക്സിലെ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമായിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ 8ാം ക്ലാസ്സിലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് ആകുമ്പോൾ നല്ല മാർക്ക് വാങ്ങാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ബേസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ബേസ് തുടങ്ങിയേ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയാലോ? അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ തിയേറ്ററുകളിലും വലിയ വലിയ മാളുകളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഡോറിൽ എന്തെങ്കിലും എഴുതി വെച്ചതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഈ ഒരു ഫുൾ അല്ലെങ്കിൽ പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ടാവും ഡോറിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ഈ പുൾ ഓർ പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുഷ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണല്ലേ ചെയ്യുന്നത്. എന്നാൽ പുൾ എന്ന് പറയുന്ന സമയത്തോ നമ്മൾ നല്ലോണം വലിച്ചു തുറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പം എന്താണ് ഈ പുഷ്, എന്താണ് ഈ പുൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു കൊച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഉന്തി അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പുള്ള് നോക്കിക്കേ. പുള്ളെന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഒരു കുട്ടി കയറെടുത്തിട്ട് ആ ഒരു തടിക്കഷ്ണം അല്ലെങ്കിൽ ഒരു ഡെസ്ക് പോലത്തെ സാധനം വലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഒരു ടേബിൾ, നമുക്ക് ടേബിൾ എന്നൊക്കെ പറയാം. അപ്പൊ അത് നല്ല രീതിയിൽ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ അവിടെ ആളുടെ മാക്സിമം ഫോഴ്സ് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ? നമ്മളൊരു സാധനത്തിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പം ഒരാൾ ഇവിടെ പുള്ളി ചെയ്യാന്ന് പറയുന്ന സമയത്തും അവിടെ നമ്മളെ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ പുഷ് ഓർ പുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു ഫോഴ്സ് ആണ്. ഫോഴ്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പുഷ് ഓർ പുൾ എന്ന് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് തന്നെ എന്താണ് ഈ ഫോഴ്സ് എന്നുള്ളൊരു സിമ്പിൾ ഐഡിയ നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് മിസ് ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് പുഷ് അല്ലെങ്കിൽ പുള്ളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫോഴ്സ് ഈസ് ദാറ്റ് which changes or tends to change the shape, size, volume, state of rest or state of motion of a body. അതായത് നമ്മളിപ്പോ ഒരു സോപ്പും കഷ്ണം എടുക്കുകയാണ്. നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടാവും സോപ്പ് കഷ്ണം അല്ലെ? ഈ സോപ്പ് കഷ്ണത്തെ നമ്മൾ വീണ്ടും ഒരു കഷ്ണാക്കുന്ന സമയത്ത് ഈ വലിയ സോപ്പ് എന്തായി? ചെറുതായല്ലേ? അപ്പൊ അതിന്റെ സൈസിൽ മാറ്റം വന്നില്ലേ? നമ്മളൊരു സോപ്പിനെ മുറിക്കുന്ന സമയത്ത് അതിന്റെ സൈസിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ അതിന്റെ വലുപ്പത്തിൽ, മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അതിന്റെ വലുപ്പത്തിൽ മാറ്റം വന്നു എന്ന് പറയാം അല്ലെ? അപ്പം ഒരു സാധനത്തിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഷേപ്പിലും അതേപോലെ തന്നെ അതിന്റെ സൈസിലും. ഇപ്പൊ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഷേപ്പ് ആയിരിക്കില്ലല്ലോ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഈ സോപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അതിന്റെ സൈസും ഷേപ്പും മാറുന്നുണ്ട്. നമ്മളവിടെ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ സൈസിലും ഷേപ്പിലും എന്ത് ചെയ്തു, മാറ്റം സംഭവിച്ചു. ഇനിയിപ്പോ നിങ്ങളെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത്. സ്പോഞ്ച് കേട്ടിട്ടില്ലേ? ഈ സ്പോഞ്ചിനെ നമ്മൾ എടുത്തിട്ട് നല്ലോണം നമ്മൾ അമർത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അവിടെ അതിന്റെ ആ ഒരു ഒറിജിനൽ ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ അത് കിട്ടിയിരുന്നത്, അപ്പൊ അതിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഷേപ്പിൽ മാറ്റം വന്നു അല്ലെ? ഷേപ്പിലും സൈസിലും മാറ്റം വന്നു. അതിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഷേപ്പിലും സൈസിലും മാറ്റം വന്നു. ഇനി അടുത്ത നമുക്ക് വോളിയത്തിന്റെ കേസ് നോക്കാം. വോളിയത്തിൽ എങ്ങനെ മാറ്റം വരുന്നേ? നമ്മളൊരു ബലൂൺ എടുക്കുകയാണ്. അപ്പൊ ബലൂണിന് നമ്മൾ അതിലേക്ക് ഊതി വീർപ്പിക്കുന്ന സമയത്ത് ബലൂണിന്റെ സൈസ് കൂടുന്നുണ്ട്.
കൂടാതെ തന്നെ അതിന്റെ വോളിയം ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു എയറിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്, അതിനെയാണല്ലോ നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ആ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയത്തിലും ചേഞ്ച് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ആ വോളിയത്തിൽ ചേഞ്ച് വരും എന്ന് പറയുമ്പോൾ ഈ ബലൂണിന്റെ കേസാണ് ഓർക്കേണ്ടത്. അതിൽ എയർ പോകുന്ന സമയത്ത് അത് എന്താ സൈസ് കൂടുന്നുണ്ട്, അതേപോലെ അതിന്റെ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും? ഫുട്ബോൾ ഒക്കെ കളിക്കുന്നവരായിരിക്കും അല്ലെ? ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പന്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് തട്ടുന്നുണ്ട്. തട്ടുന്ന സമയത്ത് റെസ്റ്റിലായിരുന്ന പന്ത് എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് മോഷനിലേക്ക് വരുന്നുണ്ട്. ഇനി ആ പന്തിനെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കാലുകൊണ്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു മോഷൻ എന്ന് പറയുന്നതിനെ റെസ്റ്റിലേക്ക് മാറ്റി. ഇനിയിപ്പൊ നമുക്ക് ഈ പന്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ലേ? അപ്പൊ ജസ്റ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. അപ്പൊ എന്താണ്? ഒരു വസ്തുവിനെ അതിന്റെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറ്റാനും മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് മാറ്റാനും അതേപോലെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോഴ്സ് നമ്മൾ പറഞ്ഞു പുഷ് ഓർ പുൾ ആയിരുന്നു. അത് കൂടാതെ തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വസ്തുവിന്റെ, ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ്, സൈസ്, വോളിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷനിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അങ്ങനെ ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് ഇപ്പൊ ഫോഴ്സ് എന്താന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് പുഷ് ഓർ പുൾ എന്ന് പറയാം. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മള് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസിലും അതേപോലെ വോളിയത്തിലും ഷേപ്പിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലേക്കും ആവുന്നുണ്ട്, അതല്ലാതെ അത് മോഷനിലേക്കും ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഫോഴ്സ് ആണുള്ളത്. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. അപ്പൊ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും എന്താ നമുക്ക് നോക്കാം. ഇവിടെ 2 പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു കൊച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പിക്ചറാണ് ഒന്നാമത്തത് അല്ലെ? അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ കൊച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ വലിക്കുകയാണ് അല്ലെ? പുള്ളി ചെയ്യാണ് ചെയ്യുന്നത്. പുള്ളി ചെയ്തിട്ട് വലിച്ചിട്ട് വെള്ളം മുകളിലോട്ട് ഉയർത്തുന്നുണ്ട് അല്ലെ? നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കല്ലേ? ഫോഴ്സ് കൊടുക്കാതെ ആ വെള്ളം മുകളിലോട്ട് ഉയർന്നു വരില്ലല്ലോ. അപ്പം ഈ ഒരു കൊച്ചിവിടെ പുള്ളി ചെയ്തിട്ട് വലിച്ചിട്ട് ഈ വെള്ളത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കൊച്ചിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഒരു കുട്ടിയുടെ കൈയും ഈ ഒരു കയറും തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ലേ? ടച്ച് ആവുന്നില്ലേ? ഈ ഒരു കൊച്ചിന്റെ കൈയും ഈ ഒരു കയറും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കാറിനെ നമ്മൾ തള്ളുന്ന സമയത്ത് നമ്മുടെ കൈയും അതേപോലെ ആ കാറും എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് കോണ്ടാക്റ്റിലൂടെ. അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് വരണം. ആ ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഇനി അടുത്തതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്? ഇവിടെ നോക്കിക്കേ, തെങ്ങിന്ന് തേങ്ങ നിലത്തോട്ട് വീഴുന്നുണ്ട് അല്ലെ? തെങ്ങിന്ന് തേങ്ങ എന്ത് ചെയ്യുന്നുണ്ട്? നിലത്തോട്ട് വീഴുന്നുണ്ട്. ഇവിടെ തെങ്ങ് നോക്കിക്കേ, തെങ്ങിന്ന് തേങ്ങ നിലത്തോട്ട് വീഴുന്നത് എന്തിനേയും കോണ്ടാക്ട് കാരണമാണോ? ആണോ? പക്ഷെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം, അതിനെ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ആ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ എന്താണ് കോണ്ടാക്ട് അല്ലെങ്കിൽ എന്താണ് നോൺ കോണ്ടാക്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇവിടെ ഈ ഒരു എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു തേങ്ങ നിലത്തോട്ട് വീഴുന്നുണ്ട്. അപ്പൊ ഇവിടെ കോണ്ടാക്ട് ഉണ്ടോ? ഈ എർത്തും ഈ ഒരു തേങ്ങയും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ടോ? ഇല്ല. അവിടെ പരസ്പരം കോണ്ടാക്ട് ഇല്ലാണ്ട് വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്തോ ഒരു അട്രാക്ഷൻ കാരണം വീഴുകയാണ് തേങ്ങ, അല്ലാതെ അതിന് പരസ്പരം എന്തില്ല? കോണ്ടാക്ട് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക?
നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്. ഓർക്കേണ്ട കാര്യം, ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്, കോണ്ടാക്റ്റിലൂടെ വരുന്ന ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്റ്റ് വിത്തൗട്ട് കോണ്ടാക്ട് ഓൺ ഇറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് കോണ്ടാക്ട് വരാത്തതാണ് എന്ത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിൾ പറയുന്ന സമയത്ത് കിണറ്റിന്ന് വെള്ളം കോരുന്ന ക്വസ്റ്റ്യനെ നമുക്ക് പറയാൻ പറ്റും കോണ്ടാക്ട് ഫോഴ്സിന്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് നമുക്ക് എന്ത് പറയാം? തെങ്ങിന്ന് വീഴുന്ന തേങ്ങ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വാട്ട് ഈസ് ഫോഴ്സ് എന്ന് ചോദിക്കുക, പിന്നെ വാട്ട് ഈസ് കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് ചോദിക്കാം. കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സമ്പർക്ക ബലം അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് മലയാളത്തില്. ഓക്കെ, സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം മറക്കരുത് കേട്ടോ, മലയാളം വീടും കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പം ഇവിടുന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും എക്സാമ്പിൾസ് എടുക്കണം. അപ്പൊ കോണ്ടാക്ട് ഫോഴ്സിന് വേറെ എന്ത് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും? ഒരാള് എന്ത് ചെയ്യാണ്? നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ തള്ളുകയാണ്, എന്തെങ്കിലും വാഹനം തള്ളുകയാണെങ്കിൽ അത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. രണ്ടും പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. എന്നാല് ഒരു കാന്തം ആണിയെ ആകർഷിക്കുകയാണ്. കാന്തം ആണിയെ ആകർഷിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം അവിടെ പരസ്പരം കോണ്ടാക്ട് വരുന്നില്ല. ആ ഒരു അട്രാക്ഷൻ കാരണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് അവിടെ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണല്ലേ. അപ്പോൾ അതെന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ തന്നെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പരസ്പരം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒന്ന് പരസ്പരം മ്യൂച്വൽ കോണ്ടാക്ട് വരുന്നുണ്ട്, രണ്ടാമത്തത് അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഈ മാഗ്നറ്റിക് ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ എന്താണ് ഈ ഫോഴ്സ് എന്നുള്ള കാര്യം ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ CC+ ഇതുപോലെ നിങ്ങൾക്ക് ട്യൂഷൻ തരുന്നുണ്ട്. അപ്പം ഓരോ കുട്ടിക്കും ഓരോ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിലും ബാച്ച് ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഇവിടെ ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളെ ഡൗട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. പേടിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഫ്രീ ആയിട്ട് തന്നെ ടീച്ചറോട് നിങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക്